ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, കുട്ടിയിൽ നല്ല സ്വഭാവമോ സ്തുത്യാർഹമായ പ്രവർത്തനമോ പ്രകടമായാൽ അതിൻ്റെ പേരിൽ അവനെ ആദരിക്കുകയും സന്തോഷകരമായ സമ്മാനം നൽകുകയും ജനമധ്യത്തിൽ പ്രശംസിക്കുകയും ചെയ്യേണ്ടതാണ്. വല്ലപ്പോഴും ഇതിന് വിരുദ്ധമായ സ്വഭാവമോ പ്രവർത്തനമോ അവനിൽ നിന്നുണ്ടായാൽ അതു കണ്ടില്ലെന്ന് നടിക്കേണ്ടതാണ്. അതു അനാവരണം ചെയ്യരുത്. വിശിഷ്യ കുട്ടി അത് മറച്ചു വെക്കുകയും അത് മറച്ചു വെക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ സാഹചര്യത്തിൽ അത് വെളിപ്പെടുത്തി അപമാനിച്ചാൽ അത് അവനെ ദുഷ്ടനാക്കും. പിന്നീട് അത് പരസ്യമായി ചെയ്യാൻ അവൻ മടിക്കില്ല. രണ്ടാമതും ആ തെറ്റ് ആവർത്തിച്ചാൽ രഹസ്യമായി അവനെ ആക്ഷേപിക്കണം. തെറ്റ് ഗുരുതരമായി കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്, ആവർത്തിച്ചാൽ ജനമധ്യേ വഷളാക്കും എന്ന് രഹസ്യമായി ഉപദേശിക്കണം. എല്ലാ സമയത്തും ആക്ഷേപിച്ചുകൊണ്ട് ഉപദേശം വർദ്ധിപ്പിക്കരുത്. അങ്ങനെ ചെയ്താൽ ആക്ഷേപം കേൾക്കുന്നതും ദുഷ്കൃത്യങ്ങൾ ചെയ്യുന്നതും അവന് നിസ്സാരമായി തീരുകയും സംസാരത്തിൻ്റെ സ്വാധീനം ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്യും. ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇത് രേഖപ്പെടുത്തിയതായിട്ട് കാണാം. കുട്ടികളോട് പെരുമാറേണ്ട രീതി നമ്മൾ പഠിച്ച് അതനുസരിച്ച് നല്ല രൂപത്തിൽ പെരുമാറുക. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി, സ്വാലിഹീങ്ങളായ മക്കളാക്കി, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള മക്കളാക്കി തരട്ടെ. ആമീൻ.